യുഎസിലെ ചില സർവകലാശാലകളിൽ ഉയർന്നുവരുന്ന ജൂതവിരുദ്ധ നിലപാടുകളെ അടിച്ചമർത്താൻ ട്രംപിനെ കടുത്ത നടപടിയിലേക്ക് എത്തിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നൽകി വന്ന സാമ്പത്തിക സഹായം മുഴുവനായും വെട്ടിച്ചുരുക്കുന്ന നടപടികൾ ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് നേരെയും എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയിലെ ജൂതവിരുദ്ധതയും പാലസ്തീൻ അനുകൂല നടപടികളുടെ ഭാഗമായി ഹാർവാർഡ് സർവകലാശാലയുമായുള്ള ഫെഡറൽ കരാറുകൾക്ക് ഒന്നുകൂടി ഇരുത്തി പരിശോധിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച യുഎസിലെ പ്രധാന 3 വകുപ്പുകളായ വിദ്യാഭ്യാസ വകുപ്പ്, ജനറൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ, ആരോഗ്യ മനുഷ്യസേവന വകുപ്പ് നേരിട്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായുള്ള കരാറുകളിൽ $255.6 മില്യൺ മൾട്ടി ഇയർ ഗ്രാൻറ്റുകളിൽ $8.7 ബില്യൺ നൽകി വരുന്നത് പുനഃപരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടെ യുഎസിലെ പ്രമുഖ സർവകലാശാലകൾക്കും രക്ഷയില്ലെന്ന് വേണം കരുതാൻ. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ ക്യാമ്പസുകളിലാണ് പ്രതിഷേധം ഉയർന്നത്. 2023 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക ഇസ്രായേലിനുള്ള സൈനിക സഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തരം സമ്മർദ്ദങ്ങളിൽ നിന്നും മറ്റു വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞില്ലെന്നത് കാര്യമായ വീഴ്ചയാണെന്ന് പല കോണിൽ നിന്നും വിമർശനം വന്നിരുന്നു. കൂടാതെ ഇത്തരം വിവാദപരമായ വംശീയ ധ്രുവീകരണങ്ങൾക്കിടവയ്ക്കുന്ന സമരങ്ങളും അത് പ്രൊമോട്ട് ചെയ്യുന്നതും വേർതിരിവിന് ഇടവെച്ചു. നേരത്തെ തന്നെ ന്യൂയോർക്കിലെ സ്വകാര്യ ഐവി ലീഗ് ക്യാമ്പസായ കൊളംബിയൻ യൂണിവേഴ്സിറ്റിക്കെതിരെ ദശലക്ഷക്കണക്കിന് രൂപയുടെ കരാറുകൾ റദ്ദാക്കിയിരുന്നു. ഇതേ വിഷയത്തിന് സമാനമായ നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് ഹാർവാർഡിനെതിരെയുള്ള നീക്കങ്ങൾ ട്രംപ് ഭരണകൂടം കടുപ്പിക്കുന്നത്. എന്നാൽ ആന്റിസെമിറ്റിസത്തിന്റെ പേരിൽ ഉന്നത സർവകലാശാലയെ വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്നാണ് ചില വിമർശകർ വ്യക്തമാക്കുന്നത്. ഹാർവാർഡിന്റെ നടപടികൾക്ക് പിന്നിലെ വ്യവസ്ഥകൾ എന്തെല്ലാം എന്നതിൽ വ്യക്തതയില്ലെങ്കിലും മറിച്ച് കൊളംബിയയ്ക്ക് നൽകിയ വ്യവസ്ഥകളുടെ രൂപരേഖയുമായി ബന്ധപ്പെടുത്തി ചില നിബന്ധനകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മുഖംമൂടികൾ നിരോധിക്കുക, നിയമപാലകർക്ക് ക്യാമ്പസിൽ പ്രക്ഷോഭക്കാരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക, ഇസ്രായേലിനെ വിമർശിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവാദപരമായ നടപടികൾ തടയുക എന്നിവയായിരുന്നു കൊളംബിയൻ സർവകലാശാലയ്ക്ക് നൽകി വന്ന നിബന്ധനകൾ. ട്രംപിന്റെ മുൻഗണനകളുമായി സഹകരിക്കുമെന്ന് ഹാർവാർഡ് സൂചന നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഇക്കാര്യം ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് തലവൻ സിയൻ കെവേനി വ്യക്തമാക്കിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പ്രാരംഭ അവലോകനത്തിൽ ഉൾപ്പെടുത്താത്ത ഫെഡറൽ കരാറുകളുടെ ഒരു പട്ടിക സർവകലാശാല വൈറ്റ് ഹൗസിന് നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഹാർവാർഡിലെ സമാനമായ നീക്കങ്ങൾ അക്കാദമിക് സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുന്നതായി കാണുന്നത് ഫാക്കൽറ്റികളുടെ ഇടയിൽ പ്രതിഷേധത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. അതേസമയം 600-ലധികം ഹാർവാർഡ് ഫാക്കൽറ്റികൾ ഒപ്പിട്ട ഒരു കത്ത് ഇതിനോടകം സർവകലാശാല ഭരണാധികാരികൾക്ക് ലഭിച്ചുവെന്നാണ് പറയുന്നത്. പ്രധാനമായും അക്കാദമിക് സ്വാതന്ത്ര്യത്തിനും സർവകലാശാല സ്വയംഭരണത്തിനും ഭീഷണിയായ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് പാലിക്കാൻ വിസമ്മതിക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. കൊളംബിയ ഉൾപ്പെടെ മറ്റ് 9 സ്കൂളുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഫെഡറൽ ആന്റിസെമിറ്റിസം ടാസ്ക് ഫോഴ്സ് ഹാർവാർഡ് ക്യാമ്പസ് സന്ദർശിക്കാൻ പദ്ധതിയുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.